യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ചു ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു, അവിടെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവമേ, അങ്ങന്റെ ദൈവം അധികാലത്ത് ഞാൻ അങ്ങ് അന്വേഷിക്കും. വെള്ളമില്ലാതെ തുടങ്ങി വരേണ്ട ദേശത്തായി എന്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിനാ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ 5-ാം മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാനും അങ്ങ് തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ 2-3 പേർ കൂടുന്നോട് മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഐക്യമെന്ന വാക്കു ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം അയച്ചോ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. ലോകം ഒരു മഹാമാരിയുടെ അനുഭവത്താൽ കടന്നു ചെല്ലുമ്പോൾ ഈ അനുഭവത്തിൻ മധ്യത്തിലും സർവശക്തനായ ദൈവത്തെ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അതിനായി സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, ഈ ആരാധനയിൽ എവിടെല്ലാം ആയിരുന്നു കൊണ്ട് ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ പങ്കുചേരുന്നു, അവിടെയൊക്കെയും ദൈവകൃപ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ. ആരാധനകൾക്ക് യോഗ്യനായ കർത്താവിനെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പരിപാലിക്കുന്ന ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ടായിരിക്കുവാനും സ്വർഗസ്ഥ പിതാവങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പാടുന്ന പാട്ടുകളോ, വായിച്ചു കേൾക്കുന്ന വേദഭാഗങ്ങളോ, ചിന്തിക്കുന്ന തിരുവചന സത്യങ്ങളോ, അർപ്പിക്കുന്ന യാചനകളെല്ലാം സ്വർഗത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങൾ ആത്മീയമായി ബലപ്പെട്ട ക്രിസ്തുവോടൊപ്പം ജീവിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനവുമായിട്ട് കടന്നു വരുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസന്റെ മേൽ ദൈവകൃപ പകർന്നു കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം ഞങ്ങൾ ശ്രമിക്കുവാനായിട്ട് നീ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. തിരുകൃപ ഞങ്ങളെ കൂടി മറയ്ക്കണം, മാനവും മഹത്വം കിടക്കണം. നസ്രയനായ യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിലെ 29-ാമത്തെ ഗീതം ആലപിക്കാം. ഗീതം 29.
പേരിമ്പനാമമേ. പാപത്തിൻ ശക്തി നീക്കുമേ, വീണ്ടിടും പാപിയെ. വിശുദ്ധിയുള്ളോനാക്കുമേ, നിൻ രക്തം യേശുവേ. ആരാധനക്രമം 3-ാം പുറം 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിൽക്കൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും മനസ്സമുള്ള ഹൃദയത്തോടെ ഏറ്റു പറയുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകൾ മടക്കി ദൈവം അന്വേഷിച്ചു നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും നമ്മുടെ ജീവിതങ്ങൾ വന്നുപോയ സകലവിധമായ പാപങ്ങളെയും അനുതാപപൂർവം ദൈവസന്നിധിയിൽ നമുക്കായി ഏറ്റുചൊല്ലാം. അനുതപിക്കുന്ന പാപിയെ കൈക്കൊള്ളുന്നവനായ ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു നമ്മുടെ കുറവുകളും ബലഹീനതകളും ക്ഷമിപ്പാനായിട്ട് കരുണയോടുകൂടെ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവസഭയെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം ചെയ്തു പോയ സകലവിധമായ കുറവുകളെ നമുക്കുണരാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നതും. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്ന് അവിടുത്തോടും സകല കൃത്യങ്ങളും ക്ഷമിച്ചോ ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്കോ അടുത്തു ചെല്ലുക. ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശോധന ചെയ്യാമോ? നമ്മുടെ ബലഹീനതകളെ ദൈവമുമ്പാകെ മനഃപൂർവമായി നമുക്കായി ഏറ്റുചൊല്ലി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവിനോടുകൂടെ നമുക്ക് ക്ഷമാർപ്പണം അപേക്ഷിക്കാമോ? അപ്രകാരം നാം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ബലഹീനതകളെ ക്ഷമിച്ചോ കരുണയോടുകൂടെ നമ്മെ കൈക്കൊണ്ടു ഒരു പുതിയ അനുഭവത്തോട് പുതിയ സൃഷ്ടിയുടെ ഫലമായിട്ട് ജീവിപ്പാൻ നമ്മെ ദൈവം ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞപേക്ഷിക്കാം.
ദൈവമായ കർത്താവ് നമ്മുടെ ബലഹീനതകളെ ക്ഷമിച്ചു തന്നു എന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ആരാധനക്രമം 9-ാം പുറത്തുള്ള അനുതാപ പ്രാർത്ഥന നമ്മുടെ സ്വന്തം പ്രാർത്ഥനയായി നമുക്ക് ഏവർക്കും ചേർന്ന് ചൊല്ലാം. ആരാധനക്രമം 9-ാം പുറം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യണമെന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവമുള്ള പിതാവേ, ഞങ്ങൾ അനുതാപഹൃദയങ്ങളോട് അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേലാൽ അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ചോ ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ചോ നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ പാപങ്ങളെ ചുമന്നുകൊണ്ടു ക്രൂശന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിത പുതുക്കത്തിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവമായ കർത്താവ് നമുക്ക് പാപമോചനം നൽകിയത് ഓർത്തു ദൈവത്തിന് നമുക്ക് സ്തോത്രം ചൊല്ലാം. ആരാധനക്രമം 14-ാം പുറത്തിലുള്ള പൊതുവായ സ്തോത്രം അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും മാതൃകയ്ക്കായും ഞങ്ങൾ അങ്ങേക്കുള്ള മഹാവിനെയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത് അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കേണ്ടതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങേ ഞങ്ങളുടെ കഥനങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പ്രതിവാക്യമായിട്ട് നമുക്ക് ചൊല്ലാം. സങ്കീർത്തനം 90.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ, രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ആ ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പണ്ട് തന്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞതെന്തെന്നാൽ, യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. എന്നാൽ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നത് കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 17 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 17 മുതൽ 28 വരെ. ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാം. യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ബഥാന്യ യെരുസലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് മാർത്ത
കേട്ടിട്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പോയി. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം. ക്രിസ്തുവേ, അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആരാധനക്രമം 22-ാം പുറത്തുള്ള വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ബാധിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഏകാഗ്രമാക്കാം. നമുക്ക് ചുറ്റും ഭീതിയുടെയും ഭയത്തിന്റെയും മരണത്തിന്റെയും ശബ്ദങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ സുഭദ്രമായി കാത്തു പരിപാലിക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് അടുപ്പിക്കാം. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയിൻ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണിയിൻ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് സകല ആശ്വാസവും നൽകി കാരിരുമ്പാണിയുടെ പാടുള്ള പാണികളാൽ ഞങ്ങളെ എന്നും വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തിരുവാലയത്തിൽ വന്ന് ദൈവസന്നിധിയിൽ അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ദൈവമോട് ഒരുക്കിയിരിക്കുന്ന സന്ദർഭങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും മാറി മറിഞ്ഞപ്പോഴും ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് പുതിയ മുഖാന്തരങ്ങളും പുതിയ മാധ്യമങ്ങളും അവിടുന്ന് ഒരുക്കി നൽകിയല്ലോ. അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പരിമിതികളുടെ മധ്യത്തിൽ, കർത്താവേ, ഈ അടച്ചിടലിന്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനും
ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുവാനുമായി ഇത്രയും മനോഹരമായ ഇടത്തെ അവിടുന്ന് വേർതിരിച്ച് നൽകിയല്ലോ. അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ആരാധനയിൽ പലരും വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് ദൈവമേ ഓൺലൈൻ മാധ്യമത്തിലൂടെ അങ്ങയുടെ ആരാധനയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവരുടെ ജീവിതങ്ങളിൽ ഇതിനുള്ള അനുഗ്രഹത്തെ ദൈവമോട് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിലുള്ള നന്മകൾ നൽകി അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റി അവിടെ നിന്ന് ദിനംതോറും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബങ്ങളിലെ ആവശ്യങ്ങൾക്കായി സ്തോത്രം. വ്യക്തിപരമായ ആവശ്യങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അതൊക്കെയും വാസ്തവമായി നിറവേറുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കർത്താവെ നന്ദിയോടുകൂടി അവർ കടന്നു വരുവാൻ തക്കവണ്ണം അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ ഈ ഒരു ആഴ്ചവട്ട കാലം മുഴുവനും ഞങ്ങളെ കാത്തു പരിപാലിച്ചുവല്ലോ. കഴിഞ്ഞ ഒരു മാസക്കാലം മുഴുവനും ഞങ്ങളെ അവിടെ നിന്ന് നന്ദിയോടെ നടത്തിയല്ലോ കർത്താവെ. അതിനായി നന്ദിയോടെ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. പുതിയൊരു മാസത്തിന്റെ ആദ്യ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വിനയപ്പെടുവാൻ തക്കവണ്ണം ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുവാൻ അവിടുന്ന് ഒരുക്കി നൽകിയിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആലയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ അവിടുന്ന് നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതികളിൽ അങ്ങ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആലയത്തിലെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയപ്പാ. എന്റെ കർത്താവെ അവിടെ നൽകിയിരിക്കുന്ന എല്ലാ സംഘടനകൾക്കായും സ്തോത്രം ചെയ്യുന്നു. അതിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കർത്താവെ, അധ്യാപകർക്കായി, മാതാപിതാക്കൾക്കായി, യുവജന സുഹൃത്തുക്കൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരുടെ ജീവിതങ്ങളിൽ ദൈവം നല്ലവരും വല്ലഭരുമായി കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാഥ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആളായി, പേരായി, കുടുംബമായി ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുന്നു കർത്താവേ. പലരുടെയും ജീവിതങ്ങളിൽ പല വിധത്തിലുള്ള ആവശ്യങ്ങളും കർത്താവെ നിറവേറ്റേണ്ടതായിട്ടുണ്ടല്ലോ പിതാവേ. അവിടെ നിന്ന് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ മനുഷ്യൻ അറിയുന്നതിനേക്കാൾ വാസ്തവമായി കർത്താവ് അവിടുന്ന് അറിയുന്നുവല്ലോ. ദൈവമേ, അവിടുന്ന് സകലതിനെയും നിറവേറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിന്റെ ഭാരത്തായിരിക്കുന്നവർ ഞങ്ങൾ ഓർക്കുന്നു നാഥ. അവരുടെ ജീവിതങ്ങളിൽ രോഗസൗഖ്യത്തെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സമ്പത്തുകൾ നൽകി സ്വർഗീയ ഭണ്ഡാരത്തെ തുറന്ന് അവിടെ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റു ആവശ്യങ്ങളുമായിട്ട് ദൈവമേ, ഔദ്യോഗികപരമായ ആവശ്യങ്ങളായി, വ്യക്തിപരമായ ആവശ്യങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യത്തെ അവിടെ നിറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ കുഞ്ഞുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാർദ്ധക്യ മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമോട് നീ നാളുകളിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ, ഞങ്ങൾ തീരെ ഒരു ഭയത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ, ഉത്കണ്ഠയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ, ഞങ്ങളിൽ പ്രിയപ്പെട്ടവർ പലരും കർത്താവെ കോവിഡ് എന്ന രോഗത്താൽ ഭാരപ്പെടുമ്പോൾ ദൈവമേ, അവരുടെ ജീവിതങ്ങളിൽ ദൈവം ആശ്വാസത്തെ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മരണനിഴലിന്റെ താഴ്വരയിലും ജീവന്റെ പ്രതീക്ഷയെ നൽകുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷിതകളെ മാറ്റി പ്രതീക്ഷയെ അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുവാൻ, അതിലൂടെ ധാരാളമായി ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. ദക്ഷിണ കേരള മഹായിടവകയ്ക്കായി നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ആ മഹായിടവകയിലെ അഭിമന്യ തിരുമേനിക്കായി, ആ തിരുമേനിയോടൊപ്പം പ്രവർത്തിക്കുന്ന സെക്രട്ടറിക്കായി, മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾക്കായി ഒക്കെ സ്തോത്രം ചെയ്യുന്ന പിതാവേ. യുക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ, സഭയെ ധീരമായി മുന്നോട്ട് നയിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ അധികാരവും ദൈവം നൽകിയ അനുഗ്രഹങ്ങളും ദുർവിനിയോഗം ചെയ്യാതെ വണ്ണം ദൈവജനത്തിന് ഹിതകരമാകുന്ന രീതിയിൽ, അനുയോജ്യമാകുന്ന രീതിയിൽ പ്രവർത്തിപ്പാൻ ഏവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവകയിലെ എല്ലാ പട്ടക്കാർക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശുശ്രൂഷകന്മാർക്കായി നന്ദി കർത്താവേ. ഐമേനി പ്രതിനിധികൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നാഥ, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന അച്ഛന്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അച്ഛന്റെ കർത്താവേ, വേർപാട് ആ കുടുംബത്തിനകത്ത് നികത്തുവാൻ സാധിക്കാത്തതാണെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന കരം ആ കുടുംബത്തിന്റെ മേൽ അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊച്ചമ്മയ്ക്കായി, മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമോട് ആശ്വാസത്തെ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആത്മാവിനോട് നിത്യശാന്തി നൽകി അങ്ങയുടെ കർത്താവ് സ്വർഗ്ഗത്തിലോട്ട് അവിടെ നിന്ന് ചേർത്ത് കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പല പുരോഹിതന്മാരും ശുശ്രൂഷകരും ഈ നാളുകളിൽ കർത്താവെ കോവിഡ് രോഗത്തിന്റെ ഭാരത്താൽ
രോഗത്താൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്നു പിതാവേ, അവിടുന്ന് വിടുതൽ നൽകി കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം കർത്താവ്, ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ വണ്ണം അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ സഭകൾക്കായി, ആരാധനാ ആലയങ്ങൾക്കായി ഒക്കെ സ്തോത്രം. പലയിടങ്ങളിലും നാഥ ജനം അങ്ങേ ആരാധിക്കുവാൻ സാധ്യമല്ലാതെ ആയിരിക്കുന്നുവല്ലോ ദൈവം. അതിന്റെ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണമേ ദൈവം. ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനുള്ള ഒരു ഇടത്തെ അവിടെ തുറന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ ഞങ്ങളുടെ രാജ്യത്തിനായി, ഭരണ സംവിധാനങ്ങൾക്കായി ഒക്കെ സ്തോത്രം. ദൈവം, പല വിധത്തിലും കർത്താവ് ഞങ്ങളുടെ രാജ്യം ഇന്ന് പലതിനോടും പോരാടുകയാണല്ലോ ദൈവം. പ്രത്യേകിച്ചും നാഥ ഈ COVID-19 എന്ന രോഗത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു ദൈവം. പ്രത്യേകിച്ചും കർത്താവെ, ഈ ഡൽഹി എന്ന പട്ടണത്തിൽ പലരും നാഥ ഈ നാളുകളിൽ ചികിത്സ പോലും ലഭ്യമാകാതെ ദൈവസന്നിധിയിൽ കരയുന്ന അവസ്ഥകൾ നിങ്ങൾ കാണുന്നുവല്ലോ. അവരോട് ദൈവം സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന കരം അങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിതങ്ങളുടെ മധ്യത്തിൽ അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവർ ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ, തങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ, വിടുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളും ആതുരാലയങ്ങളും ശുശ്രൂഷ കേന്ദ്രങ്ങളും ഒക്കെ നിറഞ്ഞു കവിയുന്ന ഈ സാഹചര്യത്തിൽ ദൈവമേ, ഒരു വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഒരു വിടുതൽ ഞങ്ങളുടെ സമൂഹത്തിന് ആവശ്യമാണ് നാഥ. അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നീക്കുപോക്ക് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നാശകരമായ മഹാമാരിയിൽ നിന്നും നിന്നെ വിടുവിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഇന്നത്തെ ആരാധനയിൽ നേതൃത്വം വഹിക്കുന്ന പ്രിയമുള്ള അച്ഛനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾ ദൈവം ഇന്നയോളം അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ, അവിടുന്ന് മാനിക്കുന്നുവല്ലോ. അതിനായി നന്ദി കർത്താവെ. കഴിഞ്ഞ നാളുകളിലെ രോഗശൈലിയിലൊക്കെ ദൈവം കൂടെ ഇരുന്നതിനായി സ്തോത്രം നൽകിയ വിടുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇനിയുള്ള ശുശ്രൂഷ മേഖലകളിലും ദൈവം ശക്തമായോട് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മിഷൻ ഫീൽഡുകളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മിഷണറിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതങ്ങളെയും ദൈവമോട് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ രോഗത്തിന്റെ ഭാരങ്ങൾ കടന്നു വരാതെ വണ്ണം, മഹാമാരിയുടെ മധ്യത്തിൽ കടന്നു പോകാതെ ദൈവമേ, ദൈവത്തിന്റെ കൃപ കൊണ്ട് അവിടുന്ന് പൊതിഞ്ഞ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി അവർ ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒന്നുകൂടെ ഞങ്ങളുടെ ഈ രാജ്യത്തെയും ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങളെയും സംസ്ഥാനങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്ത് കൊറോണ വൈറസിന്റെ ഭീതിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഒന്നുകൂടെ ഓർക്കുന്നു കർത്താവേ. വിടുതൽ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്ന് ഭയത്തെ മാറ്റി, ഉത്കണ്ഠകളെ മാറ്റി അവിടുന്ന് ആശ്വാസത്തെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം, അതേ അതിശയം ഞങ്ങളുടെ ജീവിതങ്ങളിലും നടക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ജീവിതങ്ങളിലും ഹൃദയങ്ങളിലും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ ഇതുവരെയും ദൈവകൃപ പകർന്നതിനായി സ്തോത്രം. ശേഷമുള്ള ഓരോ നിമിഷങ്ങളുടെ നിയന്ത്രണം അങ്ങ് തന്നെ ഏറ്റെടുക്കണം. സകല മഹത്വവും അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം ദയയുള്ള പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകളെ ദുഷ്ടത്തിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. ആശിഷമാരിയുണ്ടാകും ഞങ്ങൾക്കും ഇപ്പോൾ നിൻ വാക്കിൻ പ്രകാരം നൽവാരം തന്നിടുക. ആശിഷം പെയ്യണമേ. കൃപകൾ വീടുന്നു ചാരി വന്മഴ ദൈവമേ. ആശിഷമാരിയുണ്ടാകും എത്ര നിന്നു പെയ്യൽ. പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ
ആശിഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരേ, വന്മഴ താ ദൈവമേ. നമുക്ക് നിൽക്കവേ തന്നെ പ്രാർത്ഥിക്കാം. വചനമെന്ന വിശിഷ്ടദാനം ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഈ പരിശുദ്ധ ദിനത്തിൽ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്ധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയൻ ബലഹീനനെങ്കിലും അവിടുത്തെ വചനം ബലമുള്ളതാണ്. അവിടുത്തെ ബലവും ചൈതന്യവുമുള്ള വചനത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണം. അവിടുന്ന് ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ആദരവുമുള്ള പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മിഷണറി സഹോദരങ്ങളെ, വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, എല്ലാവർക്കും വേണ്ടി വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹ വന്ദനം. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുക. ബിലീവിംഗ് ഇൻ ക്രൈസ്റ്റ് ദ റിസറക്ഷൻ. ഉത്ഥാനത്തിന്റെ സന്തോഷം കഴിഞ്ഞ് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ അനുഗമന വഴിയിലാണല്ലോ വിശ്വാസികൾ എല്ലാവരും. പ്രിയമുള്ളവരെ, ലോകത്തിലെ സകല കുഴിമാടങ്ങളും മരിച്ചു പോയവർ ഇതിനകത്തുണ്ട് എന്ന് എഴുതി വെക്കുമ്പോൾ ക്രിസ്തുവിന്റെ കല്ലറയിൽ മാത്രമേ അവിടുന്ന് ഇവിടെയില്ല എന്ന് എഴുതിയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ നടത്തേണ്ടുന്ന യാത്ര കല്ലറകളിലേക്കുള്ള യാത്രയല്ല, മറിച്ച് ഉദ്ധാനത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തിന്റെ യാത്ര നമുക്ക് നടത്തുവാനായിട്ട് കഴിയണം. കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി നമ്മുടെ ഇടവകയിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന നടന്നു. അന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ദൈവമേ, അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ പറയുവാൻ നല്ലൊരു സാക്ഷ്യം തരണമേ എന്ന്. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ഞാനും സനീഷ് ബ്രദറുമായിട്ട് ഞങ്ങളുടെ മിഷൻ സെന്റർ ആയിരിക്കുന്ന ഹോറ കോളനിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ അച്ഛനോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ യാത്രയിൽ ദൈവം ഞങ്ങൾക്ക് വലിയൊരു സാക്ഷ്യം നൽകി. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ എത്തി. അവിടെ റെഡ് സിഗ്നലായി. ഞങ്ങൾ ശ്രദ്ധിക്കാതെ അത് പാസ് ചെയ്ത് മുന്നോട്ട് പോയി. ട്രാഫിക് പോലീസ് കൈ കാണിച്ചു, വണ്ടി നിർത്തി. എന്നിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം ചോദിച്ചു, ഞങ്ങൾ കൊടുത്തു. അതെല്ലാം ക്ലിയർ ആണ്, വേറെ കുഴപ്പമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഫൈൻ 5000 രൂപ, നിങ്ങളുടെ ലൈസൻസ് 3 മാസം സസ്പെൻഡ് ചെയ്യും. ഇതാണ് നിയമം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് മാസം 5000 രൂപയെ ശമ്പളമുള്ളൂ. ദയവായി സാറ് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മിഷണറിമാരാണ്, ഞങ്ങൾ അങ്ങനെ ഒരു മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ജോൺ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സ്നാനപ്പെട്ട വിശ്വാസിയാണ്.
ഞാൻ 2-3 തവണ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. കൂടെയുണ്ടായിരുന്ന പോലീസ് ഓഫീസർ 1000 രൂപ ഞങ്ങൾക്ക് പെറ്റി അടിച്ചു തന്നു. പക്ഷെ അദ്ദേഹം 500 രൂപ വാങ്ങിയിട്ട് ഞങ്ങളെ സന്തോഷത്തോടെ വിട്ടു. ഞങ്ങൾക്ക് 4500 രൂപ ലാഭമായി. 3 മാസം ലൈസൻസ് ഞങ്ങളുടേത് സസ്പെൻഡ് ചെയ്തില്ല. കാരണം പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ സ്നേഹം അദ്ദേഹം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ഇത്രയും കാരുണ്യമായി ഇത്രയും സ്നേഹമായി അദ്ദേഹം ഇടപെട്ടത്. പ്രിയമുള്ളവരെ, നമുക്കും പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. പുനരുദ്ധാനം ചെയ്ത യേശുവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, തണുത്തുറഞ്ഞുപോയ ജീവിതാനുഭവങ്ങൾക്ക് ജീവൻ പകരുന്നതായിരിക്കണം. തണുത്തുറഞ്ഞുപോയ ജീവിതാനുഭവങ്ങൾക്ക് ജീവൻ പകരുന്നതായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് വായിച്ചു കേട്ട പഴയ വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ശൂനീകരത്തിയായിരിക്കുന്ന ഒരു ധനികയായ സ്ത്രീയെ കാണുവാനായിട്ട് കഴിയും. എലീശ പ്രവാചകൻ അതിലെ സഞ്ചരിക്കുമ്പോൾ എലീശ പ്രവാചകനെ സൽക്കരിക്കുകയും എലീശ പ്രവാചകന് താമസിക്കുവാനായി ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു കുടുംബം. അങ്ങനെ ആ ദൈവികമാവുന്ന സ്നേഹം അനുഭവിക്കുന്ന സമയം ആ ദൈവപുരുഷൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല എന്ന് പറയുകയും അടുത്ത ആണ്ടിൽ ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ദൈവം ഒരു മകനെ തരുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവം ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി. ഒടുവിൽ തങ്ങൾക്ക് ദൈവം നൽകിയ ആ ഒരു കുഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. തനിക്കടക്കുവാൻ കഴിയാത്ത വിഷമം കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിലായിരുന്ന പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്ന് അവൾ ബോധിപ്പിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ സംഗ്രഹം. 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഉടനെ അവൻ ഗഹസിയോട്, നീ അരകെട്ടി നിന്റെ വടിയും കയ്യിലെടുത്തു പോകാം. നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്. എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. അവന് സൗഖ്യത്തിനായി തന്റെ ബാല്യക്കാരനായിരിക്കുന്ന ഗഹസിയെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ 30-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. തണുത്തുറഞ്ഞ ആ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവളുടെ അടിയുറച്ച ഒരു വിശ്വാസം, ദൈവഭക്തനായിരിക്കുന്ന എലീശ എന്റെ മകന്റെ അടുക്കൽ വന്ന് അവനെ ഒന്ന് സ്പർശിച്ചാൽ അവന് സൗഖ്യം വരും, അവന്റെ ജീവിതം തണുത്തുറഞ്ഞ അവസ്ഥയിലേക്ക്, ഒരു ജീവന്റെ അവസ്ഥയിലേക്ക് മടങ്ങി വരുമെന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമുക്കിവിടെ ദർശിക്കുവാനായി കഴിയുന്നു. 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഗേഹസി എലീശ കൊടുത്തുവിട്ട വടി ബാലന്റെ മുഖത്ത് വെച്ചിട്ടും അവൻ എഴുന്നേറ്റില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 32 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ എലീശ പ്രവാചകൻ ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. തണുത്തുറഞ്ഞ ആ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലും തണുത്തുറഞ്ഞു പോകുന്ന, ജീവിതത്തിൽ ചൂട് നഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികൾ അസ്തമിച്ചു പോകുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അവിടെ വാതിലടച്ച് എലീശ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വായിക്കുമ്പോൾ പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. എലീശ ബാലന്റെ മേൽ കവിണ്ണ് കിടന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ തണുത്തുപോയ അനുഭവങ്ങളിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കവിണ്ണു കിടക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരിക തന്നെ ചെയ്യും. എലീശയുടെ കണ്ണ് ബാലന്റെ കണ്ണിന്മേലും എലീശയുടെ വായ് ബാലന്റെ വായ്മേലും എലീശയുടെ ഉള്ളംകൈ ബാലന്റെ ഉള്ളംകൈമേലും എലീശയുടെ ഉള്ളംകാൽ ബാലന്റെ ഉള്ളംകൈമേലും ആയി. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കഷ്ടതകൾ ഏറ്റെടുത്ത അഗ്നിജ്വാല പോലെ പ്രകാശിക്കുന്ന കണ്ണുള്ള ആ സർവശക്തന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് വേണ്ടി കരങ്ങളും പാദങ്ങളും ആണികളാൽ തറയ്ക്കപ്പെട്ട ആ കർത്താവിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട് കഴിയണം. ജീവിതത്തിന്റെ തണുത്തുപോയ അനുഭവങ്ങളിൽ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് കവിണ്ണു കിടക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മളോട് ആലോചന പറയുകയാണ്. ആദ്യം എലീശ പ്രവാചകൻ കവിണ്ണു കിടന്നിട്ടും ആ ബാലൻ എഴുന്നേറ്റില്ല. ചൂട് പിടിച്ചു അവന്റെ ശരീരം, പക്ഷേ എഴുന്നേറ്റില്ല. എലീശ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒന്ന് ഇരിക്കുവാൻ കഴിയാതെ നമ്മളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പരാധീനതകളും നമ്മൾ ദൈവത്തോട് ചെല്ലാറുണ്ട്. അധികം ആ നടന്നതിന് ശേഷം വീണ്ടും ആ ബാലന്റെ മുഖത്തേക്ക് അവന്റെ ശരീരത്തിലേക്ക് വീണ്ടും കവിണ്ണ് കിടക്കുകയാണ്. ഒടുവിൽ വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് ആ ബാലൻ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയാണ് മൃതമായ അവസ്ഥയെന്ന് നമുക്ക് പരിശോധിക്കുവാൻ കഴിയണം. ആ അവസ്ഥയിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കവിണ്ണ് കിടക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. മൃതമായ അവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട്, തന്റെ അമ്മയുടെ ഉറച്ച വിശ്വാസം കണ്ടിട്ട് അവൻ അസ്വസ്ഥനാവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു COVID-19 വ്യാപനം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസികൾ കോവിഡ് ബാധിതരായി, നമ്മുടെ സഹോദരങ്ങൾ സമസൃഷ്ടങ്ങൾ കോവിഡ് ബാധിതരായി, ഓക്സിജന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ട് ഓടുമ്പോൾ, തങ്ങളുടെ ഉറ്റവരെ ഒന്ന് അടക്കം ചെയ്യുവാൻ, ഒന്ന് അവസാനമായി നേരിട്ട് കാണുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ, അവരുടെ അസ്വസ്ഥതകൾ നമ്മുടെ അസ്വസ്ഥതകളായി നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആ ബാലന്റെ മൃതമായ അവസ്ഥ എലീശ പ്രവാചകനെ അസ്വസ്ഥരാക്കിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെയും തണുത്തുറഞ്ഞു പോയ ജീവിതാനുഭവങ്ങൾക്ക് ജീവൻ പകരുന്നതായിരിക്കണം പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ സമസൃഷ്ടങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്ഥാനത്തിന്റെ അനുഭവം പ്രദാനം ചെയ്യുന്നതായി തീരേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് നമ്മൾ ചിന്തിക്കുവാനായി ആഗ്രഹിച്ചത്, തണുത്തുറഞ്ഞു പോയ ജീവിതാനുഭവങ്ങൾക്ക് ജീവൻ പകരുന്നതായിരിക്കണം ഉയർത്ത ക്രിസ്തുവിനുള്ള വിശ്വാസം. രണ്ടാമത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിന്റെ മുള്ളനുഭവങ്ങൾ മുൾമുടി ചൂടിയവനിലൂടെ സുഗന്ധപൂരിതമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിന്റെ മുള്ളനുഭവങ്ങൾ മുൾമുടി ചൂടിയ ക്രിസ്തുവിലൂടെ സുഗന്ധപൂരിതമാക്കുവാൻ ഒരു പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. ലേഖനവേദ ഭാഗത്തിന്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്: പൗലോസ് അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്ത് വാദങ്ങൾ നടക്കുകയാണ്.
അഗ്രിപ്പ രാജാവിനോട് പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നതാണ് 26-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വേദഭാഗങ്ങളിലെ പ്രതിപാദ്യ വിഷയം. പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രം സകലർക്കും പരിചിതമാണ്. റോമൻ ഗവൺമെന്റിന്റെ അധികാരപത്രവുമായി ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടുവാനായി പുറപ്പെട്ട ഒരു വ്യക്തി. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും പിന്നെ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊരു ശബ്ദവും കേട്ടു. അങ്ങനെ ദൈവികമാവും ദർശനം കേട്ട് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഇവിടെ 26-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ പറയുന്ന ഒരു ശബ്ദം കേട്ടു. പ്രിയമുള്ള ശൗലേ, മുള്ളിന് നേരെ ആക്രമണം നടത്തുമ്പോൾ നിനക്ക് മുറിവേൽക്കും. അതുപോലെ മുൾമുടി ചൂടിയ ക്രിസ്തുവിനെതിരെയുള്ള ആക്രമണം നിന്നെ മുറിവേൽപ്പിക്കും. പ്രിയമുള്ള ശൗലേ, മുള്ളിന് നേരെ നീ ആക്രമണം നടത്തിയാൽ നിനക്ക് മുറിവേൽക്കും. അതുപോലെ മുൾമുടി ചൂടിയ ക്രിസ്തുവിന് നേരെയുള്ള ആക്രമണം നിന്റെ ജീവിതത്തെ തകർത്തു കളയും, നിന്റെ ജീവിതത്തെ ഒന്നുമില്ലാതാക്കി കളയുമെന്ന് ഒരു വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന നമ്മുടെ കർത്താവ് പറയുന്നു, മുൾമുടി ചൂടിയ ക്രിസ്തുവിനെതിരെയുള്ള യാത്ര നന്നല്ല. മുൾമുടി ചൂടിയ ക്രിസ്തു ശൗലിന് ദർശനം നൽകുകയായിരുന്നു. ഇവിടെ കർത്താവ് ശൗലിനോട് ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ശൗല് കർത്താവിനെ ഡയറക്റ്റ് ആയിട്ട് ഉപദ്രവിച്ചൊന്നുമില്ല. പിന്നെയോ ശൗല് ഉപദ്രവിച്ചതെല്ലാം സാധാരണക്കാരായിരിക്കുന്ന തന്റെ മക്കളെയാണ് ശൗല് ഉപദ്രവിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി അനേകം പേർ ശൗലിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ശൗലിനോടാണ് കർത്താവ് പറഞ്ഞത്, ശൗലേ നിനക്ക് നന്നല്ല. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് നേരിട്ട വേദന, തന്റെ സ്വന്തം മക്കൾക്ക് നേരിട്ട വേദന കർത്താവിന് ഏൽക്കുന്ന വേദനയായി തീർന്നു. എങ്കിൽ നമ്മൾ കാരണം നമ്മുടെ മക്കൾ വേദനിക്കാൻ പാടില്ല. നമ്മൾ കാരണം നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അയൽക്കാർ, നമ്മുടെ സഹവിശ്വാസികൾ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർ, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരും വേദനിക്കുവാനായി പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും വേദനയുണ്ടാകുന്നുവെങ്കിൽ നാം മുള്ളനുഭവത്തിലാണ് എന്ന് നാം വിസ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കേണ്ടത് ആവശ്യമാണ്. മുൾമുടി ചൂടിയ തമ്പുരാനോടൊപ്പം ചേർന്ന് ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മുൾമുടി ചൂടിയ കർത്താവിലേക്കുള്ള അകലം എത്രമാത്രമുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒടുവിൽ പൗലോസ് അപ്പോസ്തലൻ 17-18 വാക്യങ്ങളിൽ പറയുന്നു, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇരുളിലായിരിക്കുന്നവരെ വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, മുള്ള അനുഭവത്തിലായിരുന്ന പൗലോസ് ഇന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്നു.
നമ്മുടെയും ജീവിതത്തിലെ മുള്ള അനുഭവങ്ങളെ വിട്ട് നമുക്ക് കുറച്ചുകൂടെ സുഗന്ധം പകരുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയണം. രണ്ടാമത്, തിരുവചനം നമ്മെ പഠിപ്പിച്ച വസ്തുത ഇതാണ്: ജീവിതത്തിന്റെ മുള്ളനുഭവങ്ങൾ മുൾമുടി ചൂടിയവനിലൂടെ സുഗന്ധപൂരിതമാക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഉയർത്ത ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷ്കളങ്കമായ വിശ്വാസം രൂപപ്പെടുത്തുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. നിഷ്കളങ്കമായ വിശ്വാസം ഓരോ വിശ്വാസികളും രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 26-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുന്നു: ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല. ദൈവവചനത്തെ അപ്പടി വിശ്വസിക്കുവാൻ ഒരു നിഷ്കളങ്കമായ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. പൗലോസ് ആ വിശ്വാസമാണ് പ്രഖ്യാപിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 22 മുതൽ 23, 24, 25 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നിഷ്കളങ്കമായ ശൂന്യകാരത്തിയുടെ വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 22-ാമത്തെ വാക്യം പറയുന്നു: ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ: ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം തെളിച്ചു വിടുക എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവ് പറയുകയാണ്, ഇന്ന് അമാവാസിയും ശബത്തുമല്ല, പിന്നെന്തിനാണ് പോകുന്നത്? തന്റെ ആ നിഷ്കളങ്കമായ വിശ്വാസം, ഞാൻ ദൈവപുരുഷന്റെ അടുക്കലേക്ക് കടന്നുപോയാൽ എന്റെ മകന് സൗഖ്യം വരുമെന്നുള്ള ഒരു നിഷ്കളങ്കമായ വിശ്വാസമാണ് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നത്. ഇന്ന് വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോ അവിടെ പറയുന്നത്, മാർത്ത യേശുവിനോട്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവർ, ഈ 3 വേദഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാനായി പറ്റുന്നത് നിഷ്കളങ്കമായ വിശ്വാസമാണ്. ശിശുസഹജമായിരിക്കുന്ന വിശ്വാസം നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, മുതിർന്നവരുടെ, അതായത് നമ്മളെ പോലെയുള്ളവരുടെ പ്രാർത്ഥന പലപ്പോഴും സാധ്യതകളെ നോക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. കുഞ്ഞുമക്കള് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരൊരു സാധ്യതയും നോക്കാറില്ല. ഒരു കുഞ്ഞ് തന്റെ അപ്പനോട് ഒരു ആവശ്യം പറയുമ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അപ്പന്റെ കയ്യില് കാശുണ്ടോ, അല്ലെങ്കിൽ അത് നടക്കൂലേ, കിട്ടൂലേ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ശിശുസഹജമായ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയാണ് ആവശ്യമായിട്ടുള്ളത്. വചനം പഠിപ്പിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് അത്തരത്തിലൊരു നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയുമ്പോ, ഞാൻ ശുശ്രൂഷയിലേക്ക്, അതായത് മിഷൻ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് പഠിക്കാനായിട്ടുള്ള കാശ് മുഴുവൻ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ പെട്ടെന്നുണ്ടാക്കുവാനായി ഞാനൊരു ഓൺലൈൻ ബിസിനസ് ചെയ്തു. 5 മാസം കൊണ്ട് കാശ് കണ്ടെത്തണം. ഏകദേശം 70,000 രൂപയ്ക്ക് 2017-ലാണ് 70,000 രൂപയ്ക്ക് സ്വർണ്ണമൊക്കെ പണയം വെച്ചു. ബാക്കി കാശൊക്കെ അറേഞ്ച് ചെയ്ത് 1,20,000 രൂപ ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു. എന്റെ ലക്ഷ്യം 5 ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കണം, ആരെയും കാല് പിടിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. എന്റെ സാധ്യത, മുന്നിലുള്ള സാധ്യത അത് മാത്രമേ ഉള്ളൂ, കാശുണ്ടാക്കണം. മുന്നോട്ട് പോയി 8 നിലയിൽ പൊട്ടി. പിന്നെ 2 വർഷം എടുത്തു കടം തീർക്കാനായി. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യൻ സാധ്യതകൾ തേടി വാതിലുകൾ മുട്ടുമ്പോൾ അത് പരാജയമായി തീരുവാൻ
സാധ്യതയേറെയാണ്. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ കർത്താവേ, നിന്റെ ഹിതം എന്താണ് എന്നുള്ള പൂർണ്ണമായ വിധേയത്വത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ മാർത്തയുടെ വിശ്വാസം ലാസറിനെ ഉയർപ്പിക്കുന്നതിന് കാരണമാക്കി തീർത്തു. ശൂന്യകാരത്തിയുടെ വിശ്വാസം തന്റെ മകന്റെ തണുത്തുറഞ്ഞു പോയ അനുഭവങ്ങളിൽ നിന്നുള്ള വിടുതലിന് കാരണമാക്കി തീർത്തു. ഇത് പൗലോസിന്റെ വിശ്വാസം പീഡനങ്ങൾ ഏറ്റിട്ടും രാജാവിന്റെ മുമ്പിലും ധൈര്യത്തോടെ സാക്ഷീകരിക്കുവാൻ ഇടയാക്കി തീർത്തു. പുനരുത്ഥാനം ചെയ്ത ആ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കോവിഡോ ഏത് പ്രതിസന്ധിയും വന്നോട്ടെ, അതിന്റെ മധ്യത്തിലും കർത്താവ് എന്നോടൊപ്പമുണ്ട് എന്ന് ഉറച്ച ചങ്കുറ്റത്തോട് പറയുവാൻ, പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമായിട്ട് ഉണ്ട്. നമ്മളിന്ന് ചിന്തിക്കുവാനായി ശ്രമിച്ചത് 3 കാര്യങ്ങൾ. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം എപ്രകാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനായി ശ്രമിച്ചു. ഇന്ന് പല കല്ലറകളിലും ആൾക്കാരുണ്ടെന്ന് എഴുതി വെക്കുമ്പോൾ ലോകത്തിൽ ഒരേ ഒരു കല്ലറ ഇന്നും അവൻ ഇവിടെയില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, തണുത്തുറഞ്ഞു പോയ ജീവിതാനുഭവങ്ങൾക്ക് ജീവൻ പകരുന്ന അനുഭവമാണ് ഉയർത്ത ക്രിസ്തുവിലുള്ള വിശ്വാസം. ശൂന്യക്കാരത്തിയുടെ ഒരേ ഒരു മകൻ മരണപ്പെട്ടു. അവിടെ എലീശ പ്രവാചകൻ കടന്നു വന്ന് ആ കുഞ്ഞിന്റെ മേൽ കവിണ്ണ് കിടന്ന് അവനെ ജീവനിലേക്ക് മടക്കി വരുത്തി. ഇന്ന് മൃതമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ഒന്ന് വിളിക്കുവാൻ, ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ നമുക്ക് നേരിട്ട് കാണുവാൻ, ഒരുപക്ഷെ അവരുടെ അടുത്തേക്ക് കടന്നു പോകുവാൻ കഴിയില്ലായിരിക്കും. ഒന്ന് അവരെ വിളിക്കുവാൻ, സാന്ത്വനിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. 2, ജീവിതത്തിന്റെ മുള്ളനുഭവങ്ങൾ മുൾമുടി ചൂടിയവനിലൂടെ സുഗന്ധപൂരിതമാക്കുവാൻ നമുക്ക് കഴിയണം. ഒരു റോസാ ചെടി മുള്ളുണ്ടെങ്കിലും അതിന് വളമൊക്കെ ഇട്ട് വെള്ളം നനച്ചു വരുമ്പോൾ മനോഹരമായ പുഷ്പം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ മുള്ളനുഭവങ്ങളിൽ നിന്ന് സുഗന്ധപൂരിതമായ പുഷ്പങ്ങൾ വിടരുവാൻ ഇടവരട്ടെ. ശൗലിനെ സുഗന്ധപൂരിതമാക്കി തീർത്ത കർത്താവ് ഇന്ന് നമ്മയും സുഗന്ധപൂരിതമാക്കി തീർക്കുവാൻ മതിയായവനാണ്. 3, തിരുവചനം നമ്മെ പഠിപ്പിച്ചു, നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ തീരണം. ശിഷ്യസഹജമായ ഒരു വിശ്വാസം രൂപപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും ഇടവരട്ടെ. നമ്മുടെ മുന്നിലുള്ള സാധ്യതകളെ നോക്കി വിചിന്തനം ചെയ്തുകൊണ്ടല്ല, മറിച്ച് കർത്താവിലും അവിടുത്തെ വചനത്തിലും ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. അതിന് പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇനി ഈ നല്ല പ്രഭാതത്തിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതയാത്ര മൃതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിരിക്കുവാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളോട് അവിടെ ഇടപെടണമേ. നിങ്ങളുടെ ജീവിതത്തിന്റെ മൃതമായ അവസ്ഥകളിൽ അവിടുത്തെ സന്നിധിയിൽ കമണ്ട വീണ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുള്ളനുഭവങ്ങളിലാണോ ഞങ്ങളൊന്ന് പരിശോധിക്കുവാൻ, മുള്ളനുഭവങ്ങളിൽ നിന്ന് മുൾമുടി ചൂടിയ കർത്താവിലേക്കുള്ള അകലം എത്രയാണെന്ന് കണ്ടെത്തി ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങളുടെ പോലെ നിഷ്കളങ്കമായ വിശ്വാസം രൂപപ്പെടുത്തി ലാസറിനെ 4 ദിവസമായിട്ട് നാറ്റം വമിച്ച ലാസറിന്റെ ശരീരത്തിൽ ഉയർപ്പിച്ച ആ കർത്താവിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ അവിടെ സഹായിക്കണമേ. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെയും ജീവിതത്തിന്റെ ദുരിതങ്ങളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും ദൈനംദിന ജീവിതത്തിലും അനുഭവിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. അതിനായിട്ട് ശക്തീകരിക്കണം. ഇന്ന് വന്നുപോയ എല്ലാ ബലഹീനതകളെയും ക്ഷമിക്കണം.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളോടും ആരാധനയിൽ സഹകരിച്ചവരോടും ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയജനത്തോടും നിരന്തരം കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു വഴി നടത്തുമാറാകട്ടെ. ആമേൻ. സമാധാനത്തോടെ പോയി വരുവൻ. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.